ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് 1-ാം ക്ലാസ്സിലെ മലയാളം പാഠം 6 പിന്നെയും ചെറുതായി പാലപ്പം എന്ന പാഠത്തിലെ കുഞ്ഞെഴുത്ത് പുസ്തകം പരിചയപ്പെട്ടാലോ? നേരം വെളുത്തു. ആരാ വിളിക്കുന്നത്? അടുക്കളയിൽ നിന്നാണല്ലോ. ആരാ വിളിക്കുന്നത്? വേഗം വാ, കൈ കഴുകി വാ. ആരായിരിക്കും വിളിച്ചത്? അമ്മ. അതെന്താ അച്ഛൻ അടുക്കളയിൽ പാചകം ചെയ്താൽ അച്ഛനും അമ്മയൊന്നും അല്ല, പിന്നെ ആരാ? ഒരു ക്ലൂ തരാം. നിറം വെളുത്തതാണ്, ആകൃതി വട്ടമാണ്, ഒരു പാത്രത്തിൽ അടച്ചു വെച്ചിരിക്കുകയാണ്. മനസ്സിലായോ? ഇനി വേറൊരു ക്ലൂ തരാം, ഒന്നും കൂടി പറഞ്ഞു തരാം. വെള്ള നിറമാണ്, പാൽ ചേർത്തിട്ടുണ്ട്, തിന്നാനുള്ള സാധനമാണ്, ഒഴിച്ച് ചുറ്റിച്ചെടുക്കുന്നതാണ്. ഇനി ഉത്തരം കിട്ടിയോ? എന്താ? പാലപ്പം. മിടുക്കൻ. രാവിലെ തന്നെ പാലപ്പം ആയിരിക്കും വിളിച്ചത് അല്ലേ? നിങ്ങളെപ്പോലെ തന്നെ പാലപ്പവും പലഹാരങ്ങളുമൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരാൾ. ആ ആൾക്ക് എത്ര വയസ്സ് കാണും? നിങ്ങളുടെ വയസ്സ് എത്രയാ? അപ്പൊ ഈ കൂട്ടുകാരിയുടെയും വയസ്സ് 6 തന്നെയായിരിക്കും. അവൾക്കൊരു പേരുണ്ട്, ഷൈ. പിന്നെന്താ? അടുത്ത അക്ഷരം കൂട്ടുകാരൊന്ന് പറഞ്ഞു നോക്കിയേ. ആദ്യത്തെ അക്ഷരം ഷൈ. അടുത്ത അക്ഷരം എന്തായിരിക്കും? ആ കുട്ടിയുടെ പേരിന്റെ അടുത്ത അക്ഷരം എന്തായിരിക്കും? അതേ കൂട്ടുകാർ പറയുന്നു, ഷൈനി. അപ്പൊ നീ എന്നാണ് അടുത്ത അക്ഷരം. അപ്പൊ കുട്ടിയുടെ പേരെന്താ? എന്താ കുട്ടിയുടെ പേര്? ഷൈനി. എന്താ പേര്? ഷൈനി എന്നാണ് അവളുടെ പേര്. ഷൈനിയെ പരിചയപ്പെട്ടാലോ? ദാ നോക്കൂ കൂട്ടുകാരെ, ഷൈനിയെ കണ്ടോ? കൂട്ടുകാർ ഈ ചിത്രത്തിനൊന്ന് നിറം കൊടുക്കണേ. ഷൈനി തൻ്റെ ചക്രക്കസേരയുമായി ഉരുട്ടി എല്ലായിടത്തും പോവും. എന്തുകൊണ്ടാ ഷൈനി ചക്രക്കസേരയിലിരിക്കുന്നേ? ഷൈനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോ ഷൈനി നടക്കുന്നതിന് പകരം അവളുടെ ചക്രക്കസേര ഉരുട്ടി അവൾ എല്ലായിടത്തും എത്തും. മിടുക്കിയാണല്ലേ നമ്മുടെ ഷൈനി. അവൾ ഉരുട്ടി ചക്രക്കസേരയും കൊണ്ട് എല്ലായിടത്തും പോകുമ്പോൾ അവൾ ഒരു പാട്ട് പാടും, ഒരു പലഹാരപ്പാട്ട്. അവൾ പാടുന്ന പലഹാരപ്പാട്ട് നമുക്കൊന്ന് പാടി നോക്കിയാലോ? താനാരം താനാരം തക താനാരം 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 തക താനാരം താനാരം. കോഴിക്കോട്ടങ്ങാടിയിലോരോ മധുരത്തിൻ തെരുവുണ്ടേ, മധുരത്തിൻ തെരുവിൽ പല പല പലഹാരക്കടകളുമുണ്ടേ. മഴവില്ലിൻ മധുരം ചേർത്തു നിരത്തിയ പോലെ ഹൽവകളുണ്ട്. നിറമധികം രുചിയതിലധികം അതിമധുരം ഹൽവയ്ക്കേ. താനാരം താനാരം തക താനാരം 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 തക താനാരം താനാരം. കൂട്ടുകാർക്ക് ഇഷ്ടമായോ? ഷൈനിയുടെ ചക്രവണ്ടിയും കൊണ്ട് ഉരുട്ടി എല്ലായിടത്തേക്കും പോകുമ്പോൾ ഷൈനി തനിയെ പാടുന്ന ഒരു പാട്ടാണ്, ഒരു പലഹാരപ്പാട്ട്. അപ്പോൾ കൂട്ടുകാർ ഈ പാട്ടൊന്ന് പാടി പഠിക്കണേ. അപ്പൊ എന്താ അതിൽ പറയുന്ന പാട്ടിലെ? നമ്മുടെ ഷൈനി താളം കൊട്ടാണ്. താനാരം താനാരം തക താനാരം താനാരം. അങ്ങനെ പറഞ്ഞ് നമ്മുടെ ഷൈനി എന്ത് ചെയ്യാണ്? താളം കൊട്ടാണ്. ഇനിയോ? കോഴിക്കോട്ടങ്ങാടിയിലൊരു മധുരത്തിൻ തെരുവുണ്ടേ. എന്താ ഷൈനി പാടിയത്? കോഴിക്കോട്ട് അങ്ങാടിയിലെ എന്തുണ്ട്? മധുരം കൊടുക്കുന്ന ഒരു ചന്ത പോലത്തെ ഒരു തെരുവുണ്ട്. ആ തെരുവിലെ മധുരത്തിൻ തെരുവിൽ പല പല പലഹാരക്കടകളുമുണ്ട്.
അപ്പം എന്താ പിന്നെ ഷൈനി പാടിയത്? മധുരം കൊടുക്കുന്ന തെരുവിലെ പല പല എന്തുണ്ട്? പലഹാരക്കടയുണ്ട്. മഴവില്ലിൻ മധുരം ചേർത്തു നിരത്തിയ പോലെ ഹൽവകളുണ്ട്. അങ്ങനെ മഴവില്ലിന് നിറന്ന് പറഞ്ഞ പോലെ പല പല നിറത്തിലെ, അതാണ് ഉദ്ദേശിച്ചത്, പല പല നിറത്തിലെ മധുരം ചേർത്ത എന്തുണ്ട്? ഹൽവകൾ നിരത്തിയിട്ടുണ്ട്. ഹൽവ തിന്നിട്ടുണ്ടോ കൂട്ടുകാരെ? ഹൽവ നമ്മുടെ ഷൈനിക്ക് ഹൽവ ഭയങ്കര ഇഷ്ടമാണെന്നാ തോന്നുന്നേ. അപ്പൊ ഷൈനി പാടുകയാണ്, മഴവില്ലിൻ മധുരം ചേർത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴവില്ല് പോലെ പല പല കളറുകളിലെ നിറങ്ങളിലെ എന്തുണ്ട്? മധുരം ചേർത്ത ഹൽവകൾ ഇങ്ങനെ നിരത്തിയിട്ടുണ്ടെന്ന്. നിറമധികം രുചി അതിലധികം അതിമധുരം ഹൽവയ്ക്ക്. നമ്മുടെ ഷൈനി ഹൽവ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷൈനി പാടുന്നത് എന്താ? ഭയങ്കര നിറമാണ്, അതുപോലെ അതിനേക്കാളും എന്തുണ്ട്? രുചിയുണ്ട് അതിനേന്ന്. എന്തിന്? ഹൽവയ്ക്ക്. എന്നിട്ട് നമ്മുടെ ഷൈനി താളത്തിൽ പാടുകയാണ്, താനാരം താനാരം തക താനാരം താനാരം തക താനാരം താനാരം. കൂട്ടുകാരെ, ഷൈനിയുടെ പലഹാരപ്പാട്ട് കൂട്ടുകാർക്ക് ഇഷ്ടമായോ? എങ്കിൽ കൂട്ടുകാർക്കറിയുന്നൊരു പലഹാരപ്പാട്ടൊന്ന് എഴുതി നോക്കിയേ. നമുക്ക് നല്ല അടിപൊളി ഒരു പലഹാരപ്പാട്ടുമായി നാളത്തെ ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. ബൈ.